ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. UAക്ക് വ്യോമ പ്രതിരോധ സംവിധാനം നൽകി ഇസ്രയേൽ രംഗത്ത്. അയൺഡോം ബാറ്ററികളും സൈനികരെയുമാണ് ഇസ്രയേൽ UAയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഇസ്രയേലിന് പുറത്ത് അയൺഡോം വിന്യസിക്കുന്നതെന്നതും പ്രത്യേകതയാണ്. സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിലാണ് UAയിൽ അയൺഡോം വിന്യസിച്ചതെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. UAയിലെ US സേനാ താവളങ്ങളും US കേന്ദ്രങ്ങളും അടക്കം ഇറാൻ ഡ്രോൺ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായ സമയത്തായിരുന്നു ഇടപെടൽ. സൈനിക സിവിൽ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ UAE സഖ്യകക്ഷികളോട് സഹായം ആവശ്യപ്പെട്ടു. അയൺഡോം ബാറ്ററിയും ഇന്റർസെപ്റ്ററുകളും ആവശ്യമായ സൈനികരുമാണ് UAയിലെത്തിയത്. ഇതിനു മുന്നോടിയായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഇസ്രയേൽ മറ്റൊരു രാജ്യത്തേക്ക് അയൺഡോം ബാറ്ററി വിന്യസിക്കുന്നത് ഇതാദ്യമായാണ്. ഇതോടെ USനും ഇസ്രയേലിനും പുറത്ത് അയൺഡോം സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി UAE മാറി. പൊതുവിൽ അയൺഡോം എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വിവിധ പാളികളായാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പുറംപാളി ആരോ സംവിധാനമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ 2, ആരോ 3. അടുത്ത പാളിയാണ് ഡേവിഡ് സ്ലിംഗ്. 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ ദൂരെ നിന്നും വിക്ഷേപിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനം. ഏറ്റവും പുറംപാളിയാണ് ഷോർട്ട് റേഞ്ച് അയൺഡോം. ചെറുതും വേഗത കുറഞ്ഞതും മിസൈലുകളെയാണ് ഇവ തകർക്കുന്നത്. 47 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ളവയാണ് അയൺഡോം തകർക്കുന്നത്. രാജ്യത്തേക്ക് എത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയൺഡോമിന്. അയൺഡോമിന്റെ ഓരോ ബാറ്ററിയിലും 3-4 ലോഞ്ചറുകൾ, 20 മിസൈലുകൾ, ഒരു റഡാർ എന്നിവയുണ്ട്. അയൺഡോമിന്റെ പരിധിക്കുള്ള റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. റോക്കറ്റ് ഇസ്രായേലിന് ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്റർ വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള മിസൈൽ വിക്ഷേപിക്കും. അതേസമയം പശ്ചിമേഷ്യയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 2 മാസമായി തുടരുന്ന US-ഇറാൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് നിർണായക നീക്കം ഇറാൻ നടത്തിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമാധാന കരാർ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിയാണ് ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൌസിലെത്തിച്ചത്. ആഗോള എണ്ണ വിപണിയെയും ഊർജ്ജ വിതരണത്തെയും നേരിട്ട് ബാധിച്ച ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന വാഗ്ദാനം. പകരം ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടാനോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച യുദ്ധത്തിന് പൂർണ്ണവിരാമം കുറിക്കാനോ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഏറ്റവും തർക്ക വിഷയമായ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം മറ്റൊരു ഘട്ടത്തിൽ അവ പരിഗണിച്ചാൽ മതിയെന്നുമാണ് ഇറാന്റെ പുതിയ നയം. ഇറാന്റെ നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൌസിന് ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് ഭരണകൂടം ഇതിനോട് പൂർണ്ണമായി യോജിച്ചിട്ടില്ല. അമേരിക്കയുടെ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു കരാറിന് മാത്രമേ താൻ അംഗീകാരം നൽകൂവെന്ന് ട്രംപ് വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്കായി പ്രത്യേക ദൂതന്മാരെ അയക്കുന്നതിന് പകരം ഇറാൻ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാം. അമേരിക്കയുടെ കൈവശമാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു. കരാർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്, സൈനിക മേധാവി ജനറൽ അസീം മുനീർ എന്നിവരുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയ ശേഷം അരാഗ്ചി റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സമാധാന ശ്രമങ്ങളിൽ റഷ്യയുടെ ഇടപെടലും ഇറാൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലെടുക്ക് തുറക്കാനുള്ള ഇറാന്റെ വാഗ്ദാനം ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. എങ്കിലും ആണവ ചർച്ചകൾ മാറ്റിവെക്കണമെന്ന ഇറാന്റെ നിർദ്ദേശം അമേരിക്ക സ്വീകരിക്കുമോ എന്നതാണ് സമാധാന ചർച്ചകളുടെ ഭാവി നിശ്ചയിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.